എല്ലാവർക്കും നമസ്കാരം. ഹൈറിച്ചിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് മാസങ്ങളായി. എല്ലാവർക്കും അറിയാം ഹൈറിച്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് വിശേഷവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ചില കേസിൽ കിടക്കുകയാണ്. 1.5 വർഷ കാലഘട്ടമായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ബുദ്ധിമുട്ടിലും കാര്യങ്ങളൊക്കെയാണ്. ജനങ്ങളെ എങ്ങനെ കോർത്ത് കണക്കിക്കൊണ്ട് ഒരു കണ്ണിയിലൂടെ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി നിലനിൽക്കുന്നത്. ഇവിടെയും നമുക്ക് തുടക്കം തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. 2 കേസാണ് ഈ ഒരു സൊസൈറ്റിക്കെതിരെ വന്നിരിക്കുന്നത്, പണപ്പിരിവ് മറ്റു രീതിയിൽ. ആ 2 കേസിനും ആസ്പദമായിട്ട് ആ 2 സ്റ്റേഷനിലും പോയിട്ട് സൊസൈറ്റിയുടെ ആൾക്കാർ പോയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലീഗൽ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചത് കൃത്യമായിട്ട് ലീഗലാണെന്ന് അവർക്ക് മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം നമുക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരാണ് എന്താണെന്ന് ഇനിയെങ്കിലും പ്രിയപ്പെട്ട എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം. തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു കമ്പനിയെ മണി ചെയിൻ അല്ലെങ്കിൽ തട്ടിപ്പ് കമ്പനി എന്ന് ലേബൽ മുദ്രകുത്തിയ ആര് എല്ലാവരും തിരിച്ചറിയണം. ഇത് മണി ചെയിൻ അല്ലെങ്കിൽ തട്ടിപ്പ് എന്ന് മുദ്രകുത്തിയത് ആരാണ്? ചാനലുകാരാണ്. എന്താണ് മണി ചെയിൻ, എന്താണ് തട്ടിപ്പ് എന്ന് ഈ ഏതെങ്കിലും ഒരു ചാനലുകാർക്ക് വിശദീകരിക്കാൻ പറ്റുമോ? കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒന്നാം ഘട്ടം നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ സൊസൈറ്റി രൂപീകരിക്കുക എന്നുള്ള കണ്ടിൽ കാര്യങ്ങൾ ചെയ്തു. നമുക്കറിയാം സൊസൈറ്റി രൂപവൽക്കരിക്കേണ്ട ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടോ നമുക്കറിയാം. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ ജില്ലയിലും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മലപ്പുറത്ത് ഒരു പത്രസമ്മേളനം നടത്തി. ഈ പത്രസമ്മേളനം ഏതെങ്കിലും ഒരു ചാനൽ വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. അതും കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്ത് നമ്മളെ സൊസൈറ്റിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവിടെ എത്തിയവരും എനിക്കുണ്ട് ഒരു അനുഭവം നിങ്ങളോട് പറയാം. രാവിലെ തന്നെ ഒരു വ്യക്തി അവിടെ വന്ന് കരഞ്ഞ് അട്ടഹാസം വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഹൈറിച്ചിന്റെ സംഭവമാണ്, ഹൈറിച്ചിൽ എനിക്ക് അതിന്റെ പൈസ കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തി കരഞ്ഞ് അട്ടഹാസം നടത്തുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി അവിടെ വന്ന് കരഞ്ഞു കുറിച്ച് എനിക്കൊരു കുറിപ്പില്ല. കാരണം വെച്ചാൽ എല്ലാ ആൾക്കാരും തുല്യ ദുഃഖിതരാണ്. കാരണം വെച്ചാൽ കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസിങ് ആയതിനു ശേഷം എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ടിലാണ്. അവിടെ എന്തിനാണ് ഇദ്ദേഹം അവിടെ അട്ടഹാസം വെച്ചതെന്ന് എനിക്കറിയില്ല. 1ാം ഘട്ടം. ഇതിന് വേറൊരു സംഭവം ഉണ്ടായത്, 2ാം ഘട്ടം അവിടെ ഉണ്ടായത് ഹൈറിച്ചിൽ ഐഡിയ അടിക്കാൻ വേണ്ടി ഒരു 5 പേര് വന്നിട്ടുണ്ട്. കമ്പനി അക്കൗണ്ട് ഫ്രീസിങ് ആയിട്ട് കമ്പനി നിശ്ചലമായിട്ട് 1.5 വർഷ കാലഘട്ടമായ സമയത്താണ് ഹൈറിച്ചിൽ ഐഡിയ അടിക്കാൻ വേണ്ടിയിട്ട് 5 പേര് വന്നിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരാരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതും കഴിഞ്ഞിട്ടാണ് കുറച്ച് കഴിയുമ്പോഴാണ് ഒരു ചാനലുകാരൻ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മലയാളത്തിലെ എത്രത്തോളം മീഡിയ ആൾക്കാരാണ് ഹൈറിച്ചിനെതിരെ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയില്ല. ഇവിടെ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവിടെ 350-400 പേര് ആ ഒരു ഹാളിൽ സംഘടിച്ചിട്ടുണ്ട് ഹൈറിച്ചിന്റെ ആൾക്കാർ. കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പിന്നെ അവിടെ വരാൻ വേണ്ടി ഒരു വണ്ടിക്കൂലി പോലും ഇല്ല ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ചില സ്ഥലത്തും വായ്പ വാങ്ങിയിട്ടാണ് അവർ വന്നിട്ടുണ്ട്. ഇവരുടെ ആരുടെയും വിഷമങ്ങൾ ഇവർക്ക് ആർക്കും ഷൂട്ട് ചെയ്യേണ്ട. ഇവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ സംഘടനകൾ കേൾക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരു വീഡിയോ, നിങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ വീഡിയോ ചെയ്യും. എത്രത്തോളം ഉണ്ട് പ്രിയപ്പെട്ടവർ ഈയുടെ മാധ്യമ ധർമ്മം എന്നുള്ളത്? ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവ സൊസൈറ്റി രൂപീകരിച്ചത്. അവിടെ ഒരു ആൾക്കാർ കൂടിയിരിക്കുന്നത്. ഈ കൂടിയിരിക്കുന്ന ഒരാൾ വാക്കുകൾ കേൾക്കാൻ ഈ ചാനലുകാർക്ക് താല്പര്യമില്ല. അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കെതിരെ ആരാണോ പറയുന്നത് അവർക്കെതിരെ നമ്മൾ വീഡിയോ ചെയ്യുമെന്ന് പറയുന്നത്. എത്രത്തോളാണ് ഈ കേരളത്തിലെ മാധ്യമ ധർമ്മം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ. അവിടെയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മൂല്യം എല്ലാവരും കാണേണ്ടത്. ഇതിലേക്കൊക്കെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് അറിയാം, ഞാനൊക്കെ ഏറ്റവും അവസാന ഘട്ടം വന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ അവസാന ഘട്ടം വന്ന വ്യക്തിയാണെങ്കിൽ കൂടി ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ഞാൻ ചെയ്യും. അതിൽ യാതൊരു സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ. ഞങ്ങൾക്കെതിരെ ആരൊക്കെ പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരും കേരളത്തിൽ കൊണ്ടുവരിക എന്ന് ചെയ്യും, ഒരു സംശയം വേണ്ട. A to Z ആൾക്കാർ, നമുക്കെതിരെ പ്രവർത്തിച്ച A to Z ആൾക്കാർ, രാഷ്ട്രീയ നേതാവായാലും ശരി, താഴെ യൂട്യൂബർ ആയാലും ശരി, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ A to Z ആൾക്കാരെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇതിനെ പ്രവർത്തിച്ച അഡ്വക്കേറ്റ് തൊട്ട്, ചാനലുകാർ തൊട്ട്, യൂട്യൂബർ തൊട്ട്, കമന്റ് ഇടുന്നവർ തൊട്ട് A to Z ആൾക്കാരെ നമ്മൾ കേരള സമൂഹത്തിൽ നിലനിർത്തുക. നിങ്ങൾ കേരള സമൂഹത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരിക തന്നെ. നിങ്ങളാണ് ഇതിന് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കൃത്യമായിട്ട് ആൾക്കാരെ ജനസമൂഹത്തെ അറിയിക്കുക തന്നെ ചെയ്യും. എനിക്ക് പറയാനുള്ളത്, പത്രസമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് മലപ്പുറത്തോട് പത്രസമ്മേളനം നടത്തി. അതിന്റെ വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് എവിടെയും കണ്ടോ പ്രിയപ്പെട്ടവരെ? എവിടെയില്ല. 2ാമത് തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തി. ഈ ഒരു പത്രസമ്മേളനം ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവരെ? എന്റെ ഒരു ചാനൽ അതിന്റെ പൂർണ്ണമായ രൂപം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചാനലിന് ധൈര്യമുണ്ടോ പ്രിയപ്പെട്ട? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമാണ്. എന്തുകൊണ്ട് പത്രസമ്മേളനം ഇവർ പുറത്തുവിടുന്നില്ല? അവിടെയാണ് സംഭവം. ഹൈറിച്ചിനെ ആദ്യം തന്നെ ഇവർ മണി ചെയിൻ അല്ലെങ്കിൽ തട്ടിപ്പ് കമ്പനിയായിട്ട് ഇവിടെ മലയാള സമൂഹത്തിന് മുന്നിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി. ഇതൊരു മണി ചെയിനാണ്, ഒരു തട്ടിപ്പാണ്. ഇതൊരു മണി ചെയിനുമല്ല, ഇതൊരു തട്ടിപ്പ് കമ്പനിയും അല്ല എന്നുള്ളത് ഇവർക്ക് 2ാമത് പറയാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നാൾ ഇവർ വിളിച്ചു പറഞ്ഞത്
ഇത് മണി ചെയിൻ ആണ്, തട്ടിപ്പാണെന്നാണ്. ഇതൊരു മണി ചെയിൻ അല്ല, ഇതൊരു തട്ടിപ്പ് കമ്പനി അല്ല എന്ന് വിളിച്ചു പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് ധൈര്യമില്ല? ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ എത്രത്തോളം ശക്തരാണ് എന്നുള്ളതിന്റെ ഒരു പിൻബലമല്ല ഇവർ പറയാൻ പേടിക്കുന്നത്. അത്രത്തോളം ഉണ്ട് പ്രിയപ്പെട്ടവർ ഇവിടുത്തെ പത്രമാധ്യമം. നമ്മൾ ആരെ വിശ്വസിക്കണം? ഏത് മീഡിയയെ വിശ്വസിക്കണം? ഏത് പത്രത്തെ വിശ്വസിക്കണം? നിങ്ങൾ തന്നെ പറ. ഏത് പത്രത്തിനെയും ഏത് മീഡിയയും തരം താഴ്ത്താനോ കുറ്റപ്പെടുത്താൻ ഞാനില്ല. നിങ്ങൾ തന്നെ വിലയിരുത്തുക. കാരണം ഇവിടെ കേരളത്തിൽ ഏതൊരു പ്രസ്ഥാനം മുന്നോട്ട് പോകണമെന്ന് ഇവിടുത്തെയുള്ള ചില വൻകിട മാഫിയകൾ തീരുമാനിക്കുന്ന പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. വൻകിട മാഫിയകൾ തീരുമാനിക്കും. ഞങ്ങൾ പറയും ഈ ഒരു വാർത്ത നിങ്ങൾ ചാനൽ കൊടുക്കണം, ഈ ഒരു വാർത്തയാണ് നാളെ ജനങ്ങൾ അറിയേണ്ടത്. ഞാൻ പറയും ഇതൊരു തട്ടിപ്പാണ്, ഇത് മണി ചെയിനാണ്, ഞാൻ നിനക്ക് പൈസ തരും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനസമൂഹത്തെ അറിയിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പ്രിയപ്പെട്ടവർ ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരു സൊസൈറ്റി രൂപവൽക്കരിച്ചിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും 10,000 രൂപയുടെ ഒരു ഐഡിയ അടിച്ചവരായാലും 10 കോടി ഇട്ടവരായാലും 5 കോടി ഇട്ടവരായാലും എല്ലാവരും ഈ ഒരു കൂട്ടായ്മയിലൂടെ വന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ നിൽക്കുക.